ദൈവമായ കർത്താവ് ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിന് നീട്ടി തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് നമുക്ക് മഹത്വം കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേക പ്രാർത്ഥന നിയോഗമായിട്ട് രോഗപീഠകളാൽ കഷ്ടപ്പെടുന്ന മക്കളെ നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. 147 സങ്കീർത്തനം 3 തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. ഹൃദയം തകർന്നവരെ ഞാൻ സൗഖ്യപ്പെടുത്തുന്നവനാണ്, അവരുടെ മുറിവുകൾ ഞാൻ വെച്ച് കിട്ടുന്നവനാണ്. വിശ്വസിക്കാം മക്കളെ. ഒരുപക്ഷെ വൈദ്യശാസ്ത്രത്തിന്റെ മുന്നിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ നമുക്ക് മുന്നിൽ യേശുവിന്റെ നാമമുണ്ട്. ആ യേശുവിന്റെ നാമം അനുഗ്രഹത്തിന്റെ, സൗഖ്യത്തിന്റെ, വിടുതലിന്റെ, മോചനം നൽകുന്ന നാമമാണ്. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവേ അവിടുത്തെ പരിശുദ്ധാസന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ അവിടുത്തെ കരബല മടികളിലേക്ക് നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പത്രോസ്ലീഹ. ഇതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ലോകത്തിലെ ഒരു മരുന്നിനും സൗഖ്യപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ വേദനിക്കുന്ന, പ്രത്യേകിച്ച് ക്യാൻസർ രോഗമൂലം കഷ്ടപ്പെടുന്ന എല്ലാ മക്കള്, അവരുടെ മാനസിക അവസ്ഥകള് ദാവീദ് പറഞ്ഞതുപോലെ ഈ എളിയ നിലവിളിച്ച കർത്താവ് കേട്ട് സകല കഷ്ടതകളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞതുപോലെ ഈ മക്കളുടെ ദീനരോധന വിലാപത്തിന്റെ മുന്നിലേക്ക് കർത്താവ് സാഹചര്യങ്ങളെ മാറ്റുവാൻ, അവസ്ഥകൾ മാറ്റുവാൻ കഴിവുള്ള ദൈവമായ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണം. കാരണം വേദനയും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുഃഖഭാരങ്ങളും കണ്ണുനീരിന്റെ അവസ്ഥകളുമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന മക്കള് എന്ത് ചെയ്യണമെന്നറിയാതെ നിശ്ചലമായിട്ട് നിന്ന് പോകുന്ന സാഹചര്യങ്ങള്, കർത്താവ് ഈ അവസ്ഥകളിലേക്ക് യേശുവിന്റെ പരിശുദ്ധ നാമം കടന്നു വരണം. ദൈവമായ കർത്താവ് പറയുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുങ്ങി കരയുന്നവരെ രക്ഷിക്കുന്നവനാണ്. ദൈവമേ, പലരും പല മക്കളും പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഹൃദയം നുറുങ്ങിപ്പോകുന്നു, മനസ്സുരുങ്ങിപ്പോകുന്നു. ദൈവമേ, അങ്ങെല്ലാം കാണുന്നു, അവിടുന്നെല്ലാം അറിയുന്നു. അങ്ങയുടെ മക്കളുടെ വേദനിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ ശക്തമായിട്ടുള്ള വചനം, ഈശ്വര നാമം കടന്നു ചെല്ലണം. സ്വർഗത്തില് നമ്മുടെ പ്രാർത്ഥന കേട്ട് സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണം. പ്രത്യേകിച്ച് മാരകമായിട്ടുള്ള അസുഖത്താല്, ക്യാൻസർ രോഗം മൂലം കഷ്ടപ്പെടുന്ന മക്കള്, കർത്താവ് ഇനി ജീവിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്ന, അവരെ പ്രതി വേദനിക്കുന്ന ആ മക്കളുടെ അവസ്ഥകൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകണം. വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ പ്രത്യാശ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ സൗഖ്യദാതാവ്. ജെറമിയ പ്രവാചകൻ പറഞ്ഞതുപോലെ നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം മുഴുവനും ദൈവമേ, രോഗപീഠകളാൽ കഷ്ടപ്പെടുന്ന മക്കള്, രോഗാണുക്കളെ നിർവീര്യമാക്കാൻ കഴിവുള്ള യേശുവിന്റെ നാമം, വിശ്വാസത്തോടെയുള്ള ഈ ജീവിതയാത്ര ദൈവകരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. നല്ലൊരു ദിവസം.